അവൻ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലേ. കാരണം അവർ അത്രയ്ക്കും വെറുക്കപ്പെട്ടവരായിരിക്കും. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കണ്ണീർ സമ്മാനിച്ചവരാകാം. അവരുടെ പേരുച്ചരിക്കാൻ പോലും ചിലപ്പോൾ ഭയം തോന്നാം. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അഫാൻ. സ്വന്തം മുത്തശ്ശിയെയും കാമുകിയെയും ബന്ധുക്കളെയും കൂട്ടക്കുരുതി നടത്തിയ അഫാൻ ജീവിക്കണമെന്ന് ഈ ഭൂമിയിൽ ആരും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടാകാം ആ കൊടും കുറ്റവാളി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് അഫാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത് കുറ്റബോധം കാരണമാകുമോ? ഇതോടൊപ്പം ആലപ്പുഴ ചേർത്തലയിലെ ഒരു 5 വയസ്സുകാരൻ്റെ കണ്ണീർ കഥ ഉള്ളുലയ്ക്കുന്ന വേദനയോടെ മാത്രമേ കേൾക്കാൻ കഴിയൂ. എന്താണ് ആ കുരുതിന് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എനിക്കയാളെ പേടിയാണ്. അമ്മയുടെ കൂടെ മാത്രം നിന്നാൽ മതി. ആലപ്പുഴ ചേർത്തലയിലെ UKG വിദ്യാർത്ഥി ഇത് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയം നിഴലിക്കുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ചേർത്തല ടൗൺ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരോട് 5 വയസ്സുകാരൻ ഇത് വെളിപ്പെടുത്തിയതോടെ പുറത്തു വന്നത് അമ്മയുടെ ആൺ സുഹൃത്തിൻ്റെ ക്രൂരമായ പീഡനത്തിൻ്റെ കഥകളാണ്. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇടുക്കി സ്വദേശി ജെയ്സൺ ഫ്രാൻസിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനിയായ ജെയ്സൺ മകനെയും തന്നെയും ഉപദ്രവിക്കാറുണ്ടെന്ന് അമ്മ ചേർത്തല പോലീസിനോട് മൊഴി നൽകി. ചേർത്തല ടൗൺ ഗവൺമെന്റ് LP സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ 5 വയസ്സുകാരനാണ് രണ്ടാനച്ഛനായി അമ്മയ്ക്കൊപ്പമുള്ളയാൾ തന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്ന വിവരം അധ്യാപകരോടും ചേർത്തല നഗരസഭ യൂത്ത് കോർഡിനേറ്ററായ അനുപ്രിയയോടും തുറന്നു പറഞ്ഞത്. രണ്ടാനച്ഛനൊപ്പം പോകാൻ പേടിയാണെന്നും അമ്മയുടെ കൂടെ മാത്രം നിന്നാൽ മതിയെന്നും ഭീതിതമായ കണ്ണോടെ കുഞ്ഞ് പറഞ്ഞപ്പോൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനു വേണു ചേർത്തല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടു. ചേർത്തല പോലീസ് ഉച്ചയോടുകൂടി തന്നെ ജെയ്സനെ കസ്റ്റഡിയിലെടുത്തു. ദീർഘനേരമുള്ള ചോദ്യം ചെയ്യലിലും പോലീസ് പിന്തുണയിലുമാണ് കുഞ്ഞ് വീണ്ടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ മർദ്ദന വിവരം സ്ഥിരീകരിക്കാഞ്ഞ അമ്മ പോലീസ് നൽകിയ ആത്മവിശ്വാസത്തിൽ മദ്യപാനിയായ ജെയ്സൺ തന്നെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്നുവെന്ന് മൊഴി നൽകി. കുട്ടിയെ അകാരണമായി മർദ്ദിച്ചതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരവും മറ്റ് വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. കുട്ടിയെ തൽക്കാലം അമ്മയോടൊപ്പം പോലീസ് തിരിച്ചയച്ചു. സംഭവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. താമസ സ്ഥലത്ത് സുരക്ഷിതനല്ലെങ്കിൽ മാറ്റാനും ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കൂട്ടക്കുരുതിക്ക് ശേഷം സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ പദ്ധതിയിട്ടവനാണ് വെഞ്ഞാറമൂട്ടിലെ അഫാൻ. മുത്തശ്ശിയെയും കാമുകിയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ 4 പേരെ വകവരുത്തിയെങ്കിലും എവിടെയോ അയാളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അഫാന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായ അമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നു. എന്നാൽ ലോകം വെറുക്കപ്പെട്ടവനായി കാണുന്ന ആ ചെറുപ്പക്കാരൻ ജീവിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ചോര കണ്ട് അറപ്പും മാറിയ അഫാൻ മരണത്തെപ്പോലും ഇപ്പോൾ ഭയക്കുന്നില്ല. അങ്ങനെ കൂട്ടക്കൊലക്കേസിലെ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ്
പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണമുള്ള UTB ബ്ലോക്കിലെ തടവുമുറിയിൽ നിന്നും TV കാണാനായി പുറത്തിറക്കുന്നത്. തുടർന്ന് ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട അഫാൻ ഇവിടെ വെച്ച് ഉണക്കാനിട്ടിരുന്ന മുണ്ട് കഴുത്തിൽ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ശബ്ദമൊന്നും കേൾക്കാതിനെ തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന അഫാനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലായ അഫാനെ ഉടൻ തന്നെ വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറ്റി. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന അഫാന്റെ നില ഗുരുതരമാണ്. ഫെബ്രുവരി 24-നായിരുന്നു തലസ്ഥാനത്തെ നടക്കിയ കൂട്ടക്കൊലപാതകം. പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചതിനു ശേഷം ഉറ്റബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. കാമുകിയെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊന്നത്. മണിക്കൂറുകളുടെ ഇടവേളയിലായിരുന്നു 5 കൊലപാതകങ്ങൾ. കൊലപാതക പരമ്പരയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. കേസിലെ ഏകപ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിലെ വിചാരണ തടവുകാരനാണ്. 2 ദിവസം മുൻപാണ് പിതൃമാതാവ് സൽമ ബീവിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് അഫാന്റെ 2ാമത്തെ ആത്മഹത്യാ ശ്രമം. വലിയ കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അഫാന്റെ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം. നീ എന്തിനാടാ കുഞ്ഞിനെ കൊന്നത്? ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധുവായ യുവാവിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ആക്രോശം. പ്രതിയെ മുഖം മറയ്ക്കാൻ അനുവദിക്കില്ലെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. സ്ത്രീകളടക്കമുള്ളവർ സംഘടിച്ചെത്തിയതോടെ നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. പ്രതിക്ക് നേരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കയ്യേറ്റ ശ്രമമുണ്ടായി. തിരുവാങ്കുളം മറ്റക്കുഴിയിലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പോലീസ് വളരെ പ്രയാസപ്പെട്ട് 5 മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങി. ഇയാളെ ചോദ്യം ചെയ്യാനായി കോടതി 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. പുത്തൻകുരിശ് മറ്റക്കുഴിയിലെ വീട്ടിൽ പ്രതിയുമായി എത്തിയ പോലീസിന് നേരെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വലിയ പ്രതിഷേധമുണ്ടായി. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ പോലീസ് തടഞ്ഞു. എന്തിനാണ് പ്രതിയുടെ മുഖം മറയ്ക്കുന്നതെന്ന് ചോദിച്ച് പോലീസിന് നേരെ നാട്ടുകാർ തട്ടിക്കയറി. ജനരോക്ഷം നിയന്ത്രിക്കാൻ കഴിയാത്തതോടെ 5 മിനിറ്റിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി അന്വേഷണ സംഘം മടങ്ങി. പീഡന വിവരം കുഞ്ഞിന്റെ അമ്മ അറിഞ്ഞിരുന്നില്ല എന്ന പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപും കുഞ്ഞ് അതിക്രൂരമായ ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചു. 1.5 വർഷത്തോളമാണ് പ്രതി ക്രൂര പീഡനം നടത്തിയത്. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്തായിരുന്നു പീഡനം. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുൻപാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ന്യൂസ് 18 കൊച്ചി. എത്ര പണവും സ്വത്തും ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായമായ പിന്നെ മക്കളോ ഉറ്റവരോ പോലും പലരെയും നോക്കാനുണ്ടാകില്ല. ഒടുവിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഹോം നേഴ്സുമാരെയോ നോക്കാനായി ഏൽപ്പിക്കും. അവസാന കാലം വൃദ്ധ മാതാപിതാക്കൾക്ക് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയാണ്. പത്തനംതിട്ട പന്തളത്തെ വിമുക്ത ഭടനായ ശശിധരൻ പിള്ളയുടെ ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടതാണ്. മറവി രോഗം ബാധിച്ച് കിടപ്പിലായ 59-കാരനെ ഹോം നേഴ്സ് വിഷ്ണു നിലത്തിട്ട് ചവിട്ടുന്നതും നഗ്നനാക്കി വലിച്ചിഴയ്ക്കുന്നതും കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ആ ദുരിത ജീവിതം ബാക്കിയാക്കി ശശിധരൻ പിള്ള മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇതോടെ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം.
ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മറവി രോഗം ബാധിച്ച് കിടപ്പിലായ ശശിധരൻ പിള്ളയെ ഹോം നേഴ്സ് വിഷ്ണു ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ഇതേ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിമുക്തഭടനായ 59-കാരനെ 2 ദിവസം മുൻപ് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. ഹോം നേഴ്സിന്റെ മർദ്ദനമാണ് ശശിധരൻ പിള്ളയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കളുടെ മൊഴി കൂടി വാങ്ങി കൊലക്കുറ്റം ചുമത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് കൊടുമൺ പോലീസ് അറിയിച്ചു. ശശിധരൻ പിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിലെ ജോലി സ്ഥലത്താണ്. ഏകമകൾ സ്ഥലത്തില്ല. ഇതേ തുടർന്നാണ് രോഗിയായ ശശിധരൻ പിള്ളയെ പരിചരിക്കാൻ ഹോം നേഴ്സായ വിഷ്ണുവിനെ വീട്ടിൽ ജോലിക്ക് നിർത്തിയത്. വീട്ടിൽ അവശനിലയിൽ ശശിധരൻ പിള്ളയെ കണ്ടെത്തിയതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീണു പരിക്കേറ്റെന്ന് കളവ് പറഞ്ഞ് ഇയാൾ ആശുപത്രിയിലാക്കി. സംശയം തോന്നി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്രൂരത പുറത്തറിഞ്ഞത്. ശശിധരനെ തറയിലൂടെ വലിച്ചിഴയ്ക്കുന്നതും അടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. മദ്യപാനശീലമുള്ള വിഷ്ണു 59-കാരനെ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് പിന്നീട് വ്യക്തമായി. ശശിധരൻ പിള്ളയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ വിഷ്ണു റിമാൻഡിൽ കഴിയുകയാണ്. വിമുക്തഭടനായ ശശിധരൻ പിള്ള കഴിഞ്ഞ കുറച്ചു നാളുകളായി രോഗം ബാധിച്ച് കിടപ്പിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വഴിവിട്ട ബന്ധങ്ങൾ പലരെയും വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട്. കൊല്ലം ചിതറയിലെ രാജേഷ് എന്ന യുവാവിന് സംഭവിച്ചതും അതാണ്. രാജേഷ് 1 മാസം മുൻപ് പനി ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ അവിടെ കണ്ടുമുട്ടിയ യുവതിയുമായുള്ള സൗഹൃദം, അവരുടെ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഒന്നിച്ചുള്ള ജീവിതം. എന്നാൽ യുവതിയുടെ ബന്ധുക്കൾ ഇത് പലതവണ ചോദ്യം ചെയ്തതാണ്. ഒടുവിൽ കഴിഞ്ഞ ദിവസം രാജേഷിനെ വീടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സംഭവം കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. ആന്തരിക രക്തസ്രാവമാണ് രാജേഷിൻ്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റതായ പാടുകളുള്ളതിനാൽ ചിതറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഒരു മാസം മുൻപ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഷെജിലാലിനോടൊപ്പം ആശുപത്രിയിൽ സഹായത്തിനായി നിന്നത് രാജേഷ് ആയിരുന്നു. ഇവരോടൊപ്പം അടുത്ത കട്ടിലുണ്ടായിരുന്ന രോഗിയും ഇയാളുടെ ഭാര്യയുമായി രാജേഷ് പരിചയത്തിലായി. തുടർന്ന് 2 രോഗികളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ വെച്ച് സ്ത്രീയുടെ ഭർത്താവ് മരിച്ചതോടെ സഹായത്തിനായി രാജേഷും ഒപ്പം കൂടിയിരുന്നു. മൃതദേഹം യുവതിയുടെ വീട്ടിലെത്തിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾക്കുമെല്ലാം രാജേഷാണ് സഹായിച്ചത്. തുടർന്ന് ആ സ്ത്രീയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറിയ രാജേഷ് പിന്നീട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ബുധനാഴ്ച രാത്രി 11:30 ബന്ധുക്കൾ വിളിച്ചതോടെ പാരിപ്പള്ളിയിലെ സ്ത്രീയുടെ വീട്ടിലേക്ക് ഇരുവരും പോയത്. 2 ദിവസം കഴിഞ്ഞ് 4 മണിയോടെ രാജേഷ് വീട്ടിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും രംഗത്ത് വന്നു. അവൻ്റെ റൂമിൻ്റെ അവിടെ ചെന്നപ്പോൾ ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. ജനലിനകത്തൊരു കൈലിയും കെട്ടിയിട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ആ കൈലി മാറ്റി നോക്കിയപ്പോഴാണ് ഇവൻ കാല് രണ്ടും പൊക്കി കൈയും ബേക്കിലോട്ട് കെട്ടി കിടക്കുന്നതാണ്. ഞാൻ അവിടെ കിടന്ന് എല്ലാവരെയും വിളിച്ച്, അപ്പോൾ ജ്യേഷ്ഠച്ചാരൊക്കെ ഇപ്പുറത്താണ് താമസം. അങ്ങനെ അവരെ എല്ലാവരെയും വിളിച്ച് അവരെല്ലാവരും ഓടി വന്നു. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. അവരും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് SIയും CAയും എല്ലാവരും എത്തി. അങ്ങനെയാണ് ഇത് നടന്നത്. പാരിപ്പള്ളി സ്വദേശിനിയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാകാം എന്നാണ് സംശയം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ പരാതി. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വിവരം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചിതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിൽ മോഷണം നടത്തിയാൽ പിന്നെ നാടുവിടും. മോഷണം മുതൽ വിറ്റ് രാജ്യം മുഴുവൻ കറക്കാം. പോലീസിൻ്റെ പിടിയിലാകുമെന്ന് കണ്ടാൽ നേരെ നേപ്പാളിലേക്ക്. മലപ്പുറം സ്വദേശി അക്ബർ പോലീസിനെ ഇങ്ങനെ കുറേ വട്ടം കറക്കിയതാണ്.
എന്നാൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ വഴിക്കടവിലെ വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. അട്ടപ്പാടിയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലയിൽ മാത്രം 60ഓളം മോഷണ കേസിലെ പ്രതിയാണ് അക്ബർ എന്ന് പോലീസ് പറയുന്നു. ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ ആളില്ലാത്ത വീടിന്റെ മുൻവശത്തെ ഡോർ കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു മുങ്ങിയ പ്രതി അക്ബറാണ് പിടിയിലായത്. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ്, ഫിർഷാദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. മോഷണം നടത്തിയതിനു ശേഷം പ്രതി മുൻപ് ജയിലിൽ വെച്ച് പരിചയമുണ്ടായിരുന്ന ഷംസുദ്ദീന്റെ സഹായത്തോടെ 10 പവനോളം സ്വർണം തിരൂരിലെ സ്വർണ്ണക്കടയിൽ വിറ്റു. പിന്നാലെ ലഭിച്ച പണവുമായി അക്ബർ നാടുവിടുകയായിരുന്നു. തിരൂരിൽ സ്വർണം വിൽക്കാൻ സഹായിച്ച ഷംസുദ്ദീനെ കഴിഞ്ഞ വർഷം വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണം നടത്തിയ മുതലുമായി കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി കഴിഞ്ഞ 10 മാസമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറി മാറി താമസിച്ച് പിന്നീട് അയൽരാജ്യമായ നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു. പ്രതി ഒരു സ്ഥലത്തും ഒരാഴ്ചയിൽ കൂടുതലും തങ്ങാത്ത ആളായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിലെ ലോഡ്ജുകളിൽ പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തി. ഒടുവിൽ അട്ടപ്പാടിയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ 60ഓളം മോഷണ കേസുകൾ നിലവിലുണ്ട്. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. മോഷ്ടിച്ച ബൈക്കിൽ കറങ്ങി നടന്ന് പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ആനന്ദനും ചെങ്കൽ സ്വദേശി ബിജിത്തും 2004 തുടങ്ങിയ പണിയാണിത്. കഴിഞ്ഞ ദിവസം ഉച്ചക്കടയിലുള്ള പെട്രോൾ പമ്പിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ 2 പേരും നെയ്യാറ്റിൻകരയിൽ പിടിയിലായി. ബൈക്ക് മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതികളാണ് ഇരുവരും. ഇവരുടെ സംഘത്തിലുള്ള മറ്റ് മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാണ്. ചെങ്കൽ, മരിയാപുരം, പുളിയറ, വിജയ ബംഗ്ലാവിൽ ബിച്ചു എന്ന് വിളിക്കുന്ന ബിജിത്ത്, കഴക്കൂട്ടം, കടകംപള്ളി, കരിക്കകം, ഇലങ്കം റോഡിൽ ആര്യ നിവാസിൽ അനന്തൻ എന്നിവരാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 23, 24 തീയതികളിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. 23-ാം തീയതി പുലർച്ചെ 3 മണിക്ക് പൊഴിയൂർ ഉച്ചക്കടയുള്ള പെട്രോൾ പമ്പിലെത്തിയ പ്രതികൾ 500 രൂപയ്ക്ക് ചില്ലറ ആവശ്യപ്പെട്ടു. ജീവനക്കാരൻ മേശ തുറന്ന് ചില്ലറ എടുക്കുന്ന സമയത്ത് മേശയിൽ നിന്ന് 8500ഓളം രൂപയും കവർന്ന് കടന്നുകളയുകയായിരുന്നു. ാം തീയതി പുലർച്ചെ 1 മണിയോടുകൂടി നെയ്യാറ്റിൻകര ഗ്രാമത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മോർഗൻ പമ്പിൽ എത്തിയ സംഘം പമ്പ് ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് 20,000 രൂപ അടങ്ങുന്ന ക്യാഷ് ബാഗ് തട്ടിപ്പറിച്ച് കടന്നുകളയുകയായിരുന്നു. അന്നേ ദിവസം വിഴിഞ്ഞ മുക്കോലയിലെ IOC പമ്പിൽ നിന്ന് പ്രതികൾ 7500 രൂപ ജീവനക്കാരന്റെ ബാഗിൽ നിന്ന് കവർന്നിരുന്നു. CCTV കേന്ദ്രീകരിച്ചും കോൾ ഹിസ്റ്ററികൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലായിരുന്നു പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. 2004-ൽ നെയ്യാറ്റിൻകര ആശുപത്രി ക്യാന്റീന് സമീപത്ത് നിന്ന് ബൈക്ക് കവർന്ന കേസിൽ ഉൾപ്പെടെ നിരവധി മോഷണ കേസിലെ പ്രതികളാണ് പിടിയിലായതെന്ന് നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. വാഹനങ്ങൾ കവർന്ന ശേഷം അതേ വാഹനത്തിൽ കറങ്ങി നടന്നാണ് ഇവർ മോഷണം നടത്തുന്നത്. സംഘത്തിലെ മറ്റൊരു പ്രതിയെക്കുറിച്ചും വ്യക്തമായ സൂചന ലഭിച്ചതായും ഉടൻ അയാളും പിടിയിലാകുമെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജി പറഞ്ഞു. പെട്രോൾ പമ്പിൽ രാത്രി ആ സമയങ്ങളിൽ വരിക, ആ സമയങ്ങളിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ ദേഹോപദ്രവിപ്പിച്ച് അവരെ കയ്യിൽ നിന്ന് പണം, ഒരാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും, രണ്ടാമത്തെ ആൾ ചെന്ന് ഉപദ്രവിച്ച് അത് തട്ടിയെടുത്തുകൊണ്ട് പോകും. ആ രീതിയിലുള്ള ഓപ്പറേഷനാണ്. ഇവരെ CCTV വിഷ്വൽസ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പൊഴിയൂർ SHOയും പൊഴിയൂർ സബ് ഇൻസ്പെക്ടറും ടീമും
വളരെ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തുകയും ഈ പ്രതികളെ വേലി ഭാഗത്ത് ബീച്ചിൻ്റെ ഭാഗത്ത് അവിടെ നിന്നും പിടിക്കുകയാണ് ഉണ്ടായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ദൈവത്തിനുള്ളത് അടിച്ചു മാറ്റുന്ന വിരുദ്ധനാണ് നാഗർകോവിൽ സ്വദേശി ഡാനിയൽ. ക്രൈസ്തവ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം കവർച്ച നടത്തുന്ന കള്ളൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ കറങ്ങി നടന്നാണ് മോഷണം. കഴിഞ്ഞ ജനുവരിയിൽ തിരുവനന്തപുരം വെട്ടുതുറയിലെ കോൺവെന്റിൽ മോഷണം നടത്തിയ കേസിൽ ഡാനിയൽ അറസ്റ്റിലായി. കേരളത്തിലും തമിഴ്നാട്ടിലും മാറി മാറി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട് നാഗർകോവിൽ സുനാമി കോളനിയിലെ ഡാനിയലാണ് കഠിനംകുളം പോലീസിന്റെ പിടിയിലായത്. എറണാകുളത്തെ ലോഡ്ജിൽ ഒളിവിൽ താമസിച്ചു വരവെ പോലീസ് സാഹസികമായാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ കഠിനംകുളം വെട്ടുതുറയിലെ കോൺവെന്റിൽ മോഷണം നടത്തിയ കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കന്യാസ്ത്രീ മഠമായ സെന്റ് ആന്റണീസ് കോൺവെന്റിലും കവർച്ച നടത്തിയിരുന്നു. 2 മൊബൈൽ ഫോണുകളും സ്മാർട്ട് വാച്ചും 10,000 രൂപയുമാണ് പ്രതി മഠത്തിൽ നിന്നും കവർന്നത്. വെളുപ്പിന് 5:30യോടെ കന്യാസ്ത്രീകൾ പള്ളിയിൽ പോയ സമയം മനസ്സിലാക്കിയായിരുന്നു മോഷണം. കോൺവെന്റിന്റെ ജനാലയ്ക്ക് സമീപം സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കിയ ശേഷമാണ് മോഷണം നടത്തിയത്. ചെന്നൈയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും ക്രിസ്തീയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയാണ് പ്രതിയുടെ രീതി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രതിക്കെതിരെ 10ഓളം മോഷണ കേസുകളുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 6ഉം തിരുവനന്തപുരം ജില്ലയിൽ കഠിനംകുളത്തും മറ്റുമായി 4ഓളം കേസുകളുമാണ് ഉള്ളത്. ചെന്നൈയിൽ 2 കേസുകളുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. തയ്യൽ കടയിൽ ഒരു തുണി കൊടുത്താൽ അത് നന്നായി തയ്ച്ചു കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം ഉണ്ടാകാറുണ്ടല്ലേ? എന്നാൽ അത് ശരിയാക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാലും ചിലർ പ്രശ്നമുണ്ടാക്കും. നാഗർകോവിലിൽ ഒരു ജോഡി പാൻസ് തയ്ക്കാൻ കൊടുത്തതിലുണ്ടായ പ്രശ്നം കൊലപാതകത്തിലാണ് കലാശിച്ചത്. തയ്യൽ കട ഉടമ അണ്ണാനഗർ സ്വദേശി സെൽവത്തെ കടയിലെ കത്രിക കൊണ്ടാണ് കുത്തി കൊലപ്പെടുത്തിയത്. കേസിൽ തൂത്തുക്കുടി സ്വദേശി ചന്ദ്രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെ ചന്ദ്രമണി പാൻസ് തുന്നുവാൻ സെൽവത്തിന്റെ കടയിലെത്തിയിരുന്നു. തുണി സെൽവത്തിനെ ഏൽപ്പിച്ച് ചന്ദ്രമണി മടങ്ങി. വൈകിട്ട് 7 മണിയോടെ കടയിൽ തിരികെ എത്തിയ ചന്ദ്രമണിക്ക് സെൽവം വസ്ത്രം നൽകുകയും ചെയ്തു. എന്നാൽ തുന്നിയത് ശരിയായില്ലെന്ന് ചന്ദ്രമണി പറഞ്ഞു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയിലേക്ക് കടന്നു. അടിപിടിക്കിടെ ചന്ദ്രമണി കടയിലുണ്ടായിരുന്ന കത്രികയെടുത്ത് സെൽവത്തിന്റെ ചെവിക്ക് സമീപം ആഞ്ഞുകുത്തി. നാട്ടുകാർ ഓടിക്കൂടിയതോടെ ചന്ദ്രമണി കടന്നുകളയുകയും ചെയ്തു. രക്തം വാർന്ന് സംഭവ സ്ഥലത്ത് തന്നെ സെൽവം കൊല്ലപ്പെട്ടു. തുടർന്ന് വടശ്ശേരി പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ചന്ദ്രമണിയെ ചെന്നൈയിലെ ഹോട്ടലിൽ നിന്ന് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കന്യാകുമാരി. പാലക്കാട് തൃത്താലയിൽ രാത്രി മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. നെല്ലിക്കാട്ടിരി സ്വദേശി സുരേഷിനെ കഴിഞ്ഞ രാത്രിയാണ് തോട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ കണ്ടതിനാൽ നാട്ടുകാരും ബന്ധുക്കളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ്
കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തൃത്താല തിരുമറ്റിക്കോട് തോട്ടിൽ മീൻ പിടിക്കാൻ പോയ നെല്ലിക്കാട്ടിരി സ്വദേശി സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുമിറ്റിക്കോട് അമേരിക്കയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 48 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ വീട്ടിൽ നിന്നും പോയതായിരുന്നു. സമീപത്ത് മീൻ പിടിച്ചിരുന്ന ആളുകൾ തിരിച്ചു വരുമ്പോഴാണ് ഇന്ന് പുലർച്ചെ സുരേഷിനെ തോട്ടിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പോലീസിനെ അറിയിക്കുകയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സുരേഷിന്റെ മരണം സ്വാഭാവികമാണെന്ന് കരുതാൻ കഴിയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയതാണ് ദുരൂഹത സൃഷ്ടിക്കുന്നത്. സ്ഥിരമായി ഇതേ സ്ഥലത്ത് മീൻ പിടിക്കാൻ പോകുന്ന സുരേഷ് വെറുതെ വീണ് മരിക്കാൻ സാധ്യത കുറവാണെന്നാണ് നിഗമനം. മുറിപ്പാടുകൾ ഉള്ളതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് സംഭവത്തിൽ നിർണായകം. ന്യൂസ് 18 പാലക്കാട്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് അവധിക്ക് എത്തുന്ന ചില യുവാക്കൾ പണം കണ്ടെത്താൻ പല രീതിയിലുള്ള കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. ഒരു കാലത്ത് സ്വർണ്ണക്കടത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ലഹരിക്കടത്തിനാണ് വരുമാനം കൂടുതൽ. അബുദാബിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ പട്ടായക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹീർ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നത് 15 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളം വഴി 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഷഹീർ പിടികൊടുത്തില്ല. എന്നാൽ കേരള പോലീസിനെ വെട്ടിച്ച് അയാൾക്ക് എവിടെ വരെയും പോകാൻ കഴിയും. സംഭവത്തിന് ശേഷം മുങ്ങിയ ഷഹീറിനെ കൊടൈക്കനാലിൽ നിന്നും കരിപ്പൂർ പോലീസ് പിടികൂടി. കഞ്ചാവ് നിറച്ച ട്രോളി ബാഗ് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ എത്തിയവർക്ക് നൽകി എയർപോർട്ട് ടാക്സിയിൽ യാത്ര കൊണ്ടോട്ടി പുളിക്കലിൽ അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടയാളാണ് മുഹമ്മദ് ഷഹീർ. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ നിന്നാണ് അയാൾ പിടിയിലായത്. അബുദാബിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഹെൽപ്പറായിരുന്നു ഷഹീർ. ബാങ്കോക്കിൽ നിന്ന് അബുദാബി വഴി ഇത്തിഹാദ് എയർവേസ് വിമാനത്തിൽ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് ഈ മാസം 12-ാം തീയതി രാത്രി പോലീസ് പിടിച്ചെടുത്തത്. പതിനാല് വാക്വം പാക്കറ്റുകളിലായിട്ടായിരുന്നു 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ട്രോളി ബാഗിൽ കടത്താൻ ശ്രമിച്ചത്. ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി കാത്തു നിൽക്കുകയായിരുന്ന കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റോഷനും റിജിലുമാണ് ആദ്യം പോലീസ് പിടിയിലാവുന്നത്. പോലീസ് പിടികൂടിയ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി റിജിൽ, തലശ്ശേരി പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷനാർ ബാബു എന്നിവർ റിമാൻഡിലാണ്. അന്ന് വിമാനത്താവളത്തിൽ നിന്ന് ഷഹീർ നേരെ തമിഴ്നാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത്. 12 ദിവസത്തോളം മൈസൂരിലും ബംഗളൂരുവിലും തമിഴ്നാട്ടിലും നിരവധിയിടങ്ങളിലും മാറി മാറി താമസിച്ച് വരുന്നതിനിടയിലാണ് ഇയാൾ കൊടൈക്കനാലിൽ നിന്ന് പിടിയിലാവുന്നത്. ന്യൂസ് 18 മലപ്പുറം. കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിൽ ഉന്നത പഠനത്തിന് പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ അവിടെ ചെറിയ സൈഡ് ബിസിനസ്സൊക്കെ നടത്താറുണ്ട്. ചിലർ അഡ്മിഷൻ നടത്തി അല്പം ചില്ലറൊക്കെ ഒപ്പിക്കും. എന്നാൽ തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി മൊബിൻ ജോർജ് MBA പഠിക്കുന്നതിനൊപ്പം വരുമാനമുണ്ടാക്കാൻ കണ്ടെത്തിയ വഴിയാണ് ലഹരിക്കടത്ത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് MDMA കടത്തുന്നതിനിടെ MBA വിദ്യാർത്ഥി പാറശാലയിൽ പിടിയിലായി. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ 13 ഗ്രാം രാസലഹരിയും കണ്ടെടുത്തിട്ടുണ്ട്. MBA വിദ്യാർത്ഥി മോബിൻ ജോർജാണ് 13 ഗ്രാം രാസലഹരിയുമായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്.
ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു പൂവച്ചൽ സ്വദേശിയായ 25-കാരൻ മോബിൻ ജോർജ്. ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പ്രതിയിൽ നിന്ന് രാസലഹരി കണ്ടെത്തിയത്. പിടിയിലായ പ്രതി ബംഗളൂരുവിൽ നിന്ന് ഹോൾസെയിലായി ലഹരി മരുന്നെത്തിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ കോളേജ് കുട്ടികൾക്കായിട്ട് വിപണനം നടത്തുന്നതിലേക്കായി കൊണ്ടുവന്ന ഈ 13 ഗ്രാം MDMA സീസ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഇതിൻ്റെ സോഴ്സും അന്വേഷിക്കുന്നതിനും അതേപോലെ മറ്റ് ആൾക്കാർ ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അന്വേഷിച്ച് വരികയാണ്. ഈ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ചെക്കിങ് അടുത്ത ദിവസങ്ങളിലുണ്ടാവും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിക്കുന്ന പാൻ മസാലകൾക്ക് കേരളത്തിൽ വലിയ ഡിമാൻഡാണ്. എന്നാൽ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയതോടെ പാൻ മസാല ഇവിടെ തന്നെ നിർമ്മിച്ചാൽ കാര്യം എളുപ്പമായില്ലേ. അതുകൊണ്ട് അവർക്ക് രണ്ടുണ്ട് ഗുണം. യാത്രാ ചിലവും കുറയും, പിടിക്കപ്പെടുകയുമില്ല. പാലക്കാട് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് ഇങ്ങനെ പാൻ മസാല നിർമ്മിക്കുന്ന വലിയൊരു കേന്ദ്രമുണ്ട്. മണ്ണാർക്കാട് വക്കാടപ്പുറത്ത് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ 1 കോടി രൂപ വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനുകളും പിടികൂടി. കേസുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നാണ് 1 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടിയത്. വക്കാടപ്പുറം കരുവാരക്കാടുള്ള ഗോഡൌണിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. $67,500 പാക്കറ്റ് ഹാൻസും 1,00,000-ലധികം വിമൽ പാക്കറ്റുകളും 2,548 തമ്പാക്ക് എന്നിവയും ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലാക്കി പാക്ക് ചെയ്യുന്ന മെഷീനും 700 കിലോ അസംസ്കൃത വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ പ്രകാശ്, ഘനശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 1 കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 4:30 മണിയോടുകൂടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാക്കടപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി, വളരെ ഉയരത്തിൽ കെട്ടിയ കോമ്പൗണ്ട് വാളാണ്, അതിന് മുകളിൽ കമ്പിവേലിയും കെട്ടിയ ഒരു ഉള്ളിലുള്ള ഒരു ഗോഡൌണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം 75,000 പാക്കറ്റ് ഹാൻസ്, കൂടാതെ തന്നെ 800ഓളം കിലോ അസംസ്കൃത വസ്തുക്കൾ, ഹാൻസ് നിർമ്മാണത്തിന് വേണ്ട 2 മെഷീനറികളെ. ഇവിടെ 2 രാജസ്ഥാൻ സ്വദേശികളായ ാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. മറ്റുള്ള മലയാളികളാണ് ഇതിന് ഓണർമാരെന്നാണ് അവർക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് CI രാജേഷ് നേതൃത്വം നൽകിയ സംഘമാണ് 1 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ. ചട്ടിയും കലവുമാണെങ്കിൽ ഒന്ന് തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കുമെന്ന് പണ്ട് കാർന്നോന്മാർ പറയാറുണ്ട്. എന്നാൽ ഇക്കാലത്ത് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ്. ചെറിയ കലഹമുണ്ടായാൽ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ സംഭവിക്കുന്ന ഒട്ടേറെ വീടുകളുണ്ട്. ഇടുക്കി കട്ടപ്പനയിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഭർത്താവും ജീവനൊടുക്കി. ഊന്നുകൽ സ്വദേശി അജിത്തും ഭാര്യ ശ്രീകുട്ടിയുമാണ് മരിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പ്രണയിച്ച് ഒടുവിൽ വിവാഹം കഴിച്ചവരാണ് ഇരുവരും. ഈ ദമ്പതികളുടെ കൈവിട്ടുള്ള കളിയിൽ അനാഥരായത് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 1-ാം ക്ലാസ്സിലും അങ്കണവാടിയിലും പഠിക്കുന്ന ആ 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരമാണ്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കാതെ പോകരുത്. അവരെ കരുതിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഒന്നിച്ചു. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.